കേരളം ജയിക്കും, UDF നയിക്കും. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലും വിവാദങ്ങൾ ശക്തമാവുകയാണ്. SIR പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട SIR നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും വോട്ടർമാരെ വേട്ടയാടാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ആരോപിച്ചാണ് മമതാ ബാനർജി തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചത്. ബംഗാളിലെ വോട്ട് ബാങ്ക് അട്ടിമറിക്കാൻ BJP നടത്തുന്ന നീക്കമാണ് ഇതെന്നാണ് മമതയുടെ പ്രധാന ആരോപണം. ബംഗാളിലെ യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. ഏകദേശം 60 ലക്ഷത്തോളം വോട്ടർമാർ ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രക്രിയയിലാണെന്നും ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും മമത കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷം പിടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കത്തിന്റെ ഉള്ളടക്കം. കൂടാതെ ജനങ്ങളുടെ ജനാധിപത്യപരവും മൗലികവുമായ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് ഇതെന്നും മമതാ ബാനർജി കത്തിനോടുകൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഭരണഘടനാ അധികാരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നിലവാരമല്ല ഇതെന്നും മമത തുറന്നടിക്കുന്നു. BJPക്കെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും പറ്റിയ അതേ വൃത്തികെട്ട കളി ബംഗാളിലും ആവർത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. വിദേശികളെയും പുറത്തുള്ളവരെയും വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി അധികാരം പിടിക്കാനാണ് അവരുടെ നീക്കമെന്ന് മമതാ ബാനർജി തുറന്നടിക്കുന്നുണ്ട്. SIR പ്രക്രിയയിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും വേട്ടയാടലും കാരണം സംസ്ഥാനത്തെ ഇതിനോടകം ഏകദേശം 200ഓളം പേർക്ക് ജീവൻ നഷ്ടമായതായും മമത പറയുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്നും ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗാളിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും പകൽ വെളിച്ചത്തിൽ ജനാധിപത്യം മോഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ BJP സീൽ പതിഞ്ഞ സംഭവത്തിലും മമതാ ബാനർജി ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചിരുന്നു. നമുക്കറിയാം, ബംഗാളിൽ പടലപ്പിണക്കങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ വോട്ടർ പട്ടികയെ ചൊല്ലിയുള്ള ഈ പുതിയ തർക്കം തിരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. എത്ര നാൾ പിന്നോട്ട്, ഇനി UDFനൊപ്പം മുന്നോട്ട്. കേരളം ജയിക്കും, UDF നയിക്കും.